നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മല്ലികാന്റെ മുംബൈക്ക് തിരിച്ചു പോയതോടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുപോലായി. മല്ലിക എവിടെ ഉണ്ടെങ്കിലും നീ വീട്ടിൽ കാണില്ലല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ കറക്കുമല്ലേ. നമ്പീഷ്, ഞങ്ങൾ എവിടേക്കാ പോയത്? നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? നമ്പീശൻ ബാങ്കിലേക്കാ പോയത്. ഉടനെ വരും. മമ്മി ക്ഷേത്രത്തിലാ പോയതെങ്കിൽ എന്നോട് പറയാത്തത് എന്താ? ഞാനും കൂടെ വരില്ലേ? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേട്ടത്? ദക്ഷയുടെ മോളാണോ സഞ്ജന? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ തറവാട് നമ്മുടെ കൈകളിൽ തിരിച്ചെത്തി. മമ്മിക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ദേവിയോടല്ലേ മോളെ ആദ്യം നന്ദി പറയേണ്ടത്. മമ്മി അതുകൊണ്ട് തിടുക്കത്തിൽ പോയത്. അല്ലെങ്കിലും ഇനി ഞാൻ മമ്മിക്കൊപ്പം പുറത്തു വരാതിരിക്കുന്നതാ നല്ലത്. അതെന്താ മോളെ അങ്ങനെ പറയാൻ? മാണിക്യമംഗലം മമ്മി തിരിച്ചു വാങ്ങിയ സ്ഥിതിക്ക് മംഗലശ്ശേരിക്കാര് ഞാൻ മമ്മിയുടെ മോളെന്നറിയില്ലേ? അതൊക്കെ കൊണ്ട് ഇത്രയും കാലം വരെ നീ എന്റെ മകളാണെന്ന കാര്യം പുറത്തു വിടാതിരുന്നത്. അതിലും വലിയ ഷോക്കാ മംഗലശ്ശേരിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയറും ദക്ഷയുടെ കയ്യിലല്ലേ? ആഗ്നേയ എന്ന ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ MD ചന്ദ്രവർമ്മയാണെന്നും മാത്രമല്ലേ സഞ്ജുവിന് പോലും അറിയാവൂ. സഞ്ജു ഇതൊക്കെ അറിയുന്ന നിമിഷം ഞാനിപ്പോ ഓർക്കുന്നത്, അറിയിച്ചു കൊടുക്കണം മമ്മി എനിക്ക്. ഇപ്പൊ എന്റെ ദേഷ്യം മുഴുവനും സ്വാതിയോടാ. അവള് ആ വലിഞ്ഞു കയറി വന്നവളെ അടുത്തു പിടിച്ചിരുത്തി എന്നെ ഇൻസൾട്ട് ചെയ്താ വിട്ടത്. അവളോട് എനിക്ക് പകരം ചോദിക്കണം മമ്മി. വലിഞ്ഞു കയറി വന്നവളെന്ന് മോള് പറഞ്ഞത് അമ്മുനെയാണോ? അവളല്ലാതെ പിന്നെ ആരാ? സ്വാതിയല്ല മോളെ, അവളെയാ നീ സൂക്ഷിക്കേണ്ടത്. നിന്റെ ശരിക്കുള്ള പ്രതിയോഗി അവളാ. ഛേ, അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? ഒരു വീട്ടു സെർവന്റ് എനിക്കെങ്ങനെ പ്രതിയോഗിയാകും? ഞാൻ തറപ്പിച്ചു നോക്കിയാ അവള് കരയും. എനിക്കിനി കാത്തിരിക്കാനൊന്നും വയ്യ. മമ്മി നേരിട്ടിറങ്ങി എന്റെ സഞ്ജുവിന്റെ വിവാഹം നടത്തി തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.